ഹായ് ഗൈസ്, നമ്മന്നൊരു ചെറിയ ട്രിപ്പ് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഊട്ടി അറിയപ്പെടുന്ന റാണിപുരത്തേക്കാണ് നമ്മളെ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നമ്മളൊന്നിച്ചൊരു 4-5 ആളുണ്ട്. കാറിൽ നമ്മൾ വന്നത്. നമ്മളൊന്നിച്ച് 2-3-4 ആളുണ്ട്. എന്താ നമ്മൾ നേരെ ഇനി ഫ്രണ്ടിലേക്ക് ടിക്കറ്റ് കൗണ്ടർ. മുകളിലേക്ക് 2.5 കിലോമീറ്റർ നേരെ ഇത് പോയി. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാം. അതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് പ്ലാസ്റ്റിക് കുപ്പി അതെല്ലാം അതിൻ്റെ നമ്മൾ എത്ര കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ എല്ലാം ലിസ്റ്റ് അവിടെ കൊടുക്കണം. നല്ല തണുപ്പായിട്ടുള്ള സ്ഥലം. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഏകദേശം തണുപ്പ് കുറച്ചധികം കൂടി. ഈ മുകളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, കുറേ നടക്കാനുണ്ട് മുകളിലേക്ക്. നല്ല കയറ്റം, തുടങ്ങിയതില്ല. ഇനി അങ്ങോട്ട് എത്തുമ്പോൾ നല്ല കയറ്റമായിരിക്കും. മുമ്പിലിതാ ഒരു 4 ആൾ പോകുന്നുണ്ട്. നമ്മൾ ചെന്ന് തന്നെ ഫുള്ള് കയറ്റം കയറിയിട്ട് ഇത് കുറച്ച് ലെവലിലുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം നമുക്ക്. താഴോട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് അടുത്തത്തിൽ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ഇങ്ങനെ. ഇപ്പം നമ്മൾ ഇതിൽ പിടിച്ചാണ് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന്. ഇനി പോകേണ്ടത് ഈ സൈഡിലേക്ക്. ഇങ്ങോട്ട് എനിക്ക് കയറി ഇങ്ങോട്ട് മുകളിൽ പോകണം. അവിടെ എന്തോ കാണുന്നുണ്ട്, റെസ്റ്റിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അട്ടശല്യം ഉണ്ടാവും. നമ്മളെ നാട്ടിൽ ഉമ്പൂസ് അങ്ങനെ എന്തെല്ലാം പറയുന്നത്. ഓരോരു നാട്ടിൽ ഓരോന്ന് വയ്ക്കും. ഇപ്പോൾ വരുമ്പോൾ അങ്ങനെ പ്രശ്നമില്ലാന്ന് നടന്ന് പറഞ്ഞ. ചിലപ്പോൾ കുറച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾക്ക് ഉണ്ടാവും ഇതിൻ്റെ ശല്യം. ഇവിടുത്തെ വ്യൂ ഇതാണ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനെന്തെല്ലോ എഴുതിച്ചിട്ടുണ്ട്. എന്ത് കറക്റ്റ് അറിയില്ല. അത് ആരും അറിയുന്നതിൻ്റെ വായിച്ചോ. നമുക്കിനി നേരെ ആ മുകളിൽ ടോപ്പിൽ ഇതിൽ വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ. ഇതിലേ കയറി ആ ടോപ്പിലേക്ക് എത്തണം. നേരെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് ഇനിയും കുറേ പോയിട്ട് അങ്ങനത്തെ ഉണ്ട്. ഏകദേശം ഊപ്പാട് കളി മുകളിലേക്ക് എത്തുമ്പോൾ മിക്കവാറും ചാവും തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട്. സെയിം മരമായിട്ട് കാണുന്നില്ല. നല്ല അടിപൊളി വ്യൂ. ഇങ്ങോട്ടെല്ലാം നോക്കിയേക്ക് നല്ലുണ്ട്. നേരത്തെ അങ്ങ് മീത്തുനിന്ന് താഴ്ന്ന് കാണിച്ച സ്ഥലമില്ലേ, അതേ സ്ഥലം തന്നെ. ചിത്രം വന്നൊന്നുമില്ല. ഇതിൽ കുറേ ആൾ പോകുന്നതാണെന്നില്ല. ഇനി അങ്ങോട്ട് പോകേണ്ടത്. നല്ല കയറ്റം. എൻ്റെ ഒരു ബാഗ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ കുപ്പി എടുത്തിട്ടേ വരുന്നു. വെള്ളമില്ലാണ്ട് വന്നങ്ങണ്ടല്ലോ ചത്തേ പോവും. നല്ല കയറ്റം. കഴിഞ്ഞില്ല. അങ്ങാടത്തേക്ക് ഇതിലേ കയറി നല്ല കയറ്റമുണ്ട്. ഇത് ഫോണിൽ അത്ര കറക്റ്റായിട്ട് മനസ്സിലാവാറില്ല. നല്ല കയറ്റമുണ്ട്. അങ്ങോട്ടിനി മുകളിലേക്ക് എത്തണം. അയ്യോ, നല്ല കൊക്ക. അങ്ങ് കൈ പറക്കുന്നില്ല. അങ്ങ് ഇലേ കുടിച്ച് വന്നിട്ട് ദീപരിയിൽ നടന്നിട്ടിരുന്നില്ലേ, ഇലേ കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഇലേ കുടിച്ച് ഇവിടുന്ന് താരോട്ടില്ല വ്യൂ. ഇങ്ങോട്ട് സൈഡിൽ ആനിറങ്ങുന്ന സ്ഥലം. പിന്നെ വരുന്ന ബൈക്കെല്ലാം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സീറ്റെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ആടെ അങ്ങ് താഴ്ന്നെല്ലാം വരുന്ന സമയത്ത് കണ്ടിന്. ഈ മുകളിലേക്ക് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇവിടെ ഫുള്ള് പാറയില്ലായിട്ടുള്ള സ്ഥലം. ഇങ്ങോട്ട് നോക്കിക്കോ. നല്ല ഏക ആശ്വാസം തന്നല്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ അടിക്ക് നല്ല തണുപ്പായിരിക്കും. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഏകദേശം ക്ലൈമറ്റ് നല്ല ചേഞ്ച് ഉണ്ട്. നല്ല തണുപ്പായിട്ടുണ്ട്.
ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ട് പോയെങ്കിൽ അടിപൊളി ഉണ്ടാവും. ഇല്ലെങ്കിൽ മുകളിലേക്കെല്ലാം എത്തുമ്പോൾ ഊപ്പാടുകൾ. നമ്മളെന്ന് വെച്ചാൽ 3 ആൾ മുമ്പിൽ പോകുന്നുണ്ട്. ഒരാൾ അങ്ങ് ഫ്രണ്ടിൽ നേരത്തെ പോയി. ഒന്നെത്തും വരുന്നുണ്ട്, അവനോട് ചോദിക്കാം അങ്ങനെയുണ്ട്. അതെയാ അതെയാ ആ ദൈവത്തിനങ്ങ് നമ്മളൊന്നും ചില്ല തന്നെ കേട്ടോ. അവൻ വെറുതെ താലോട്ട് പോയത്. എങ്ങനെയുണ്ട് ഗണേശ് മാറുന്ന ഇങ്ങോട്ട് വന്നത് അർത്ഥം? ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതിലൊന്ന് ഉണ്ട്. ഇനി കുറച്ച് ഇരുന്നിട്ടേ പോന്നു. നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ചോദിച്ചങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായില്ല, അപ്പോൾ നല്ല ആളുണ്ട്. നല്ല കൊക്ക വീടുന്നിട്ട് വീണം കണ്ടില്ല. പൊടി എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല, പൊടി പോലും കിട്ടിയില്ല. ഇനിയും കുറച്ച് പോകാണ്ട്, കുറച്ചല്ല ഒരു 2 മലയായിട്ട് ഇനിയും കയറണം തോന്നുന്നു. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ മനസ്സിലാവും. അതില്ല അവരെ പോകുന്നില്ലേ നോക്കട്ടെ. ഇതാ ഇതങ്ങ് ടോപ്പ് കാണുന്നുണ്ട്, ആ ടോപ്പിലേക്ക് തന്നെ ഇനിയിലേക്ക് ഏറ്റവും നോക്കിക്കോ. അയ്യോ അവരെ നടത്താൻ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. മുമ്പിലോട്ട് തന്നെ പോവേ കഴിഞ്ഞില്ല. മയിലേ കൂടിയിട്ട് കയറിയിട്ടാന്ന് തോന്നുന്നത്. നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത സ്ഥലമില്ലേ, ഇല്ല അത്ര അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തത്. ഡെയിലി കയറി അങ്ങാടെ വന്ന് വന്ന് ഇലയിലെത്തി നേരെ മുമ്പിലേക്ക്. ഇങ്ങോട്ടെല്ലാം ഇവിടെ കാണുന്നുണ്ട് സ്ഥലം. ചിലപ്പോൾ കർണാടകൻ്റെ ഭാഗം അങ്ങനെ ഒന്നും കഴിക്കും. വെള്ളം എടുക്കാനോട്ട് പോകുന്നത്, ഞാനും പോകുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, ഞാൻ അടുത്തേക്ക് 2 പ്രാവശ്യം വന്നു, ഇത് 2ാമത്തെ പ്രാവശ്യം. ഇത് ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് ഇതന്നെ പോകണ്ട. ബൈയൊന്നും ഇല്ലാന്ന് തോന്നില്ലേ, ഇങ്ങനെ പോന്നെ. നോക്കട്ടെ കയറിച്ചെത്തുമല്ലോ. അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരവിടുന്ന് വെള്ളം എടുക്കുന്നത്. ഇല്ല വെള്ളം വേണ്ട, നല്ല ഇങ്ങനത്തെ വെള്ളം എവിടെയും കിട്ടിയില്ല. കാരണം അത് ഇവിടെയില്ലോ. അങ്ങനെയുണ്ട്, തണുപ്പുണ്ടാവല്ലേ. ഇവിടുന്ന് പിരിഞ്ഞു തോന്നു വെറും വെള്ളം. ഇത് ഫ്രിഡ്ജിലൊക്കെ വെള്ളം തന്നെ എന്താ ഒന്നും പറയില്ല. വെള്ളത്തിനെ കുറിച്ച് ഒന്നും പറയില്ല അവർക്ക്. ഇതോ ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വെള്ളം നേരെ പോയി ചിലപ്പോൾ അമ്മ നേരത്തെ വന്ന റോഡില്ലേ അങ്ങോട്ടേക്ക് എത്തുന്നു. കർണാടകയ്ക്ക് നോക്കാൻ പറയുന്നത്. ഓനിനെ കുറിച്ച് നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു ഗൂഗിൾ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ ലേശം വെള്ളം കുടിക്കട്ടെ. ഏകദേശം നമ്മൾ നടന്ന് ഇതിൻ്റെ എൻഡിലേക്ക് എത്താൻ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതിലേ കൂടിയിട്ട് ഇങ്ങനെ പോയി കയറി ഈ സ്ഥലത്തേക്ക് ഇതിലേ കയറിയിട്ട് അങ്ങോട്ട് വലിയൊരു പാറയുണ്ട്. അവിടെ ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. അതായത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ അങ്ങോട്ട് കയറുണ്ടാകുന്ന നേരത്തുനിന്ന് കഴിക്കും. നേരെ അങ്ങോട്ട് തന്നെ പോയിട്ട് കുറച്ച് ചെയ്യില്ല ഇനി, പക്ഷെ നല്ല കയറ്റമുണ്ട്. അല്ലേ അങ്ങോട്ട് നല്ല ഈല ഷോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈയിലേക്കൂട്ട് ഈ ഷോട്ട് ഈയിലേക്കൂട്ട് വന്ന് പിന്നെ അത് ഈല ഓടിച്ച് മല കയറിയിട്ട് ഇറങ്ങിയിട്ട് വരണം. സംഭവം അതിൻ്റെ അങ്ങോട്ട് കയറേണ്ട പറഞ്ഞിട്ടില്ല ബോർഡ്. അങ്ങോട്ട് കുറച്ച് ഡേഞ്ചറായിരുന്നു, വീണാൻ കയറിയപ്പോൾ പൊടി ഒന്നും കിട്ടിയില്ല, പൊടി പോലും കിട്ടിയില്ല. അങ്ങോട്ട് കുറച്ച് മുകളിലേക്ക് അവസാനം നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് എത്തി. ഇതിൻ്റെ എൻഡിൽ നിന്നുള്ള വ്യൂ ആണിത്. അത്യാവശ്യം കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ നിന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലം, നല്ല വ്യൂ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ വെള്ളം എടുക്കാൻ പോയിട്ട് ആ വെള്ളം എടുക്കാൻ പോയിട്ട്
നമ്മളെ മൂന്നാളെ അട്ട അടിച്ചു. നേരത്തെ താഴ്ന്ന് വരുമ്പോൾ അവർ അട്ടയില്ല പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന്. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കാലിൽ അട്ട കടിച്ചിട്ടുണ്ടായി. നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഭാഗമുണ്ടല്ലോ, റാണിപുരത്ത് നേരത്തെ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഭയങ്കര മഴയായിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിനടുത്ത്. ഹൈറ്റിൽ ഇങ്ങനെ വന്നിട്ട് ഇതിൽ ഇവിടേക്ക് പോകണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.